1, 2, 3, 4. ഇൻസൈഡ് മൈ ഹെഡ് ഈ ഗിറ്റാർ വെച്ചിട്ടാണ് ആക്ച്വലി ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഒരു കോയിൻസിഡൻസും ഉണ്ട്. ഇൻസൈഡ് മൈ ഹെഡ് പാട്ട് ആക്ച്വലി എനിക്ക് പേഴ്സണലി തൈക്കൂടം നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള 20 പാട്ടുകളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2-3 പാട്ടുകൾ പറഞ്ഞാൽ അതിനകത്ത് ഒന്ന് എന്തായാലും ഇൻസൈഡ് മൈ ഹെഡാണ്. അത് ഭയങ്കര ജെന്യുവനായിട്ട് പറയുന്നതാണ് ഞാൻ അതിനകത്ത്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഭയങ്കര ഡൈനാമിക്കലി റിച്ച് ആയിട്ടുള്ള സോങ്, ഭയങ്കര സ്മൂത്തായിട്ട് ഡൈനാമിക്സ് ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. ഒട്ടും മെറ്റൽ അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സാധനത്തിലോട്ട് അത് പോകാൻ ശ്രമിക്കുന്നില്ല. സ്റ്റിക്കിംഗ് ടു ദ ഒറിജിനൽ മൂഡ് ഓഫ് ദ സോങ്. മിഥുൻ ചേട്ടൻ്റെ വീട്ടിലിരുന്നിട്ട് ആണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യണത്. അത് ഒരു ഈവനിങ്ങിൽ അത് റെക്കോർഡ് ചെയ്ത് തീർന്നു. कंपैरेटिवली जितना भी ट्रैक्स मैंने गाया है सबसे मुझे मतलब मेरा पर्सनल फेवरेट इनसाइड माय हेड. അത് അശോകാണ് മൊത്തം കമ്പോസ് ചെയ്തത്. ഭയങ്കര എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. നമ്മൾ എനിക്കാണ് അങ്ങനത്തെ ഒരു പാട്ടേ ഉള്ളൂ നമ്മുടെ ആ ഒരു സ്പേസിലുള്ള ഒരേ ഒരു പാട്ടേ ഉള്ളൂ. അത് എനിക്ക് പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ള പാട്ടാണ്. അങ്ങനെ ഒരു പാട്ട് നമ്മൾ ഇറക്കിയത് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഗോവിന്ദ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുകയാണ് കോളിൽ, മാർക്കുമിനെ കൊണ്ട് ജയിച്ചാലോ. മാർക്കുമിൻ മറ്റേ നമ്മൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണൊരു ഡ്രമ്മറാണ്. ലെജൻഡറി സ്റ്റഫ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഇത് വീണ്ടും അഗെയിൻ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നടക്കുമോ, മാർക്കോമിനൊക്കെ നമ്മുടെ പാട്ടിലൊക്കെ ഒന്ന് അയച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ ഇച്ചിരി അഹങ്കാരം കൂടി പോകുന്നു തോന്നുന്നുണ്ട്. അതെ ഗോവിന്ദ് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹീസ് എ പേഴ്സിസ്റ്റന്റ് ഫെല്ലോ. അപ്പോൾ ഹി മേഡ് ഇറ്റ് ഹാപ്പൻ. 3 ടേക്ക് സിംഗിൾ ടേക്ക് വീഡിയോ. മൈക്കിംഗ് ടെക്നിക്ക് ക്വാളിറ്റി പുള്ളി അയച്ച ക്വാളിറ്റി ചില്ലറ ക്വാളിറ്റി ഒന്നല്ലായിരുന്നു. ഭയങ്കര സംഭവമായിരുന്നു. അത് നമ്മുടെ ആക്ച്വലി ഒന്നും ചെയ്തിട്ടില്ല. അതെ എല്ലാവരും പണിയെടുക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ഒരു ടേക്കില് അത്രയും കറക്റ്റ് ആയിട്ടും അതും ഡൈനാമിക്സ് ഒക്കെ ആ പാട്ടിന്റെ വേറെ ലെവലിലോട്ട് ഉണ്ട്. അത് ഹ്യൂമൻ്റെ എക്സ്ട്രീം ക്വാണ്ടൈസ് മെഷീനിൽ പ്ലേ ചെയ്തിട്ടുള്ള ലെവലിലുള്ള സാധനമാണത്. ഒന്നും എഡിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല ഈവൻ ഈ പാർട്സിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ റിംഗോ സ്റ്റാറിനെയൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. ദേ ആർ ദ കൂളസ്റ്റ് ഡ്രമ്മേഴ്സ് ബിക്കോസ് ദേ ബ്രോട്ട് ദാറ്റ് പാർട്സ്. ബോണം ഇവരൊക്കെ ആ ഒരു സംഭവമായിട്ട് എനിക്ക് ഇയാളെ ഫീൽ ചെയ്തു. കാരണം റെഫറൻസ് ആയിട്ട് കുറച്ച് സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ പറഞ്ഞ അതാണ്, താങ്ക്സ് ഫോർ ലെറ്റിംഗ് മീ പ്ലേ വാട്ട് ഐ വാണ്ടഡ് ടു പ്ലേ.
അതൊരു സംഭവമായിരുന്നു ശരിക്കും. പക്ഷെ ഒരു പാട്ട് എലിവേറ്റ് ചെയ്ത് ശരിക്കും ഫീൽ ചെയ്തതാണ്. ശരിക്കും പുള്ളിയുടെ പെർഫോമൻസ് കഴിയുമ്പോഴത്തേക്കും ശരിക്കും അത് ഫീൽ ചെയ്ത. നമുക്ക് ഒന്നുകൂടെ ഇതിൽ റീവർക്ക് ചെയ്യണോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. അതായത് ഇൻ ദ സെൻസ് ആ ലെവലിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ എത്തിക്കണ്ടേ എന്നുള്ളത് നമ്മളൊരു സെക്കൻഡ് ഒരു റിവിഷൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു ആക്ച്വലി ആ പാട്ട്. It's a wonderful track. It's very musical, and thank you so much, guys, for letting me be myself. ലൈവ് വായിക്കാൻ പറ്റി, അതും യു എസിൽ വെച്ചിട്ട്. പുള്ളി ഒരു റിഹേഴ്സൽ പോലില്ല, പുള്ളി നേരെ ഷോയ്ക്ക് കേട്ടുമ്പോ വന്നിട്ട് വേറൊരു ഡ്രമ്മറുടെ സെറ്റിങ്ങില് പുള്ളി ഒരു ഡ്രമ്മിങ്ങിനെ കുറിച്ച് അല്ല ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്, കൂടുതലും ഓവറോൾ സൗണ്ടിങ്. ഞാൻ പുള്ളി പ്ലേ ചെയ്യുന്നത് ആ മ്യൂസിക്കിന് ആപ്റ്റാണോ അങ്ങനെയുള്ള വേറെ തരത്തിലുള്ള സംസാരങ്ങളാണ് പുള്ളിയുടെ കൂടുതൽ. പാട്ട് പ്രാവശ്യം കേൾക്കാന്നുണ്ട്, പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കേട്ട് പുള്ളി മനസ്സിനകത്ത് ഇങ്ങനെ വായിക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുക മാർക്കോ പിന്നെ നമ്മുടെ കീരം പിന്നെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും വായിക്കും. Cool. I like that. That's all on the track, right? Good. അതൊരു അൺഫർഗറ്റബിൾ സംഭവമായിരുന്നു. ഓസ്ട്രക് എന്ന് പറഞ്ഞ ഓസ്ട്രക് അതൊക്കെ സ്വപ്നം, ഈക്വൽ ടു സ്വപ്നം. ചില മൂമെന്റ്സ് നമ്മളുടെ ലൈഫിൽ വന്ന് പോയിട്ടുള്ള പോലത്തെ അത്. If you had to take Inside My Head, it was played at some of the best stages and some of the best shows. And if we would put all of them together and have a perfect finale in the US show, it was amazing. ശരിക്ക് മറ്റേ ടോമൊക്കെ വായിക്കുമ്പോ പ്ലേയിങ്ങിന്റെ ഒരു ടോണാലിറ്റിയുടെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്ന കാരണം തൊട്ടടുത്താണല്ലോ നമുക്ക് എക്വസ്റ്റ്. സാധാരണ നമ്മൾ ഈ ഗ്രേറ്റ് ആർട്ടിസ്റ്റുകളിൽ കേൾക്കുമ്പോൾ നമ്മളെ ഒന്നല്ലെങ്കിൽ അവരുടെ മൈക്ക് ചെയ്ത സാധനം അല്ലെങ്കിൽ ഇത് നമ്മൾ ലൈക്ക് ടച്ചിങ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പൊ അവരുടെ ആ ശരിക്കും അത് ഫീൽ ചെയ്യുന്നത് അത് ഭയങ്കരമായിട്ട് അത് ശരിക്കും നേരിട്ട് അനുഭവിച്ചതാണ്. That day was totally different, wherein personally I felt I was behaving like a kid on stage. I was playing the bass, but I was constantly looking behind of what was happening over there, because every moment, every second was energy. It was something very different that I had missed and I was experiencing after a long time, and that was the same energy that everyone was sharing. We on stage had also turned into an audience, and we were all facing him and playing the song. And yes, it's gonna be one memorable moment for Thaikudam Bridge. വേൾഡിലെ ഒരു 10-20 ഡ്രമ്മേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഡ്രമ്മറാണ് ബെസ്റ്റ് ഡ്രമ്മർ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രമ്മറാണ് മാർക്കോ. നമ്മളുടെ അടുത്ത് വന്ന് നമ്മുടെ ബാൻഡിലെ ഒരു മെമ്പറിനെ പോലെയാണ് പുള്ളി വന്നിരുന്ന് സംസാരിച്ചത്, വർത്താനം പറഞ്ഞത്. സോ ലൈക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്കൊന്ന് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ഇതാണ് ലൈവ് അക്വസ്റ്റിക് ഡ്രംസ് ഉള്ളത്. ലൈവ് അക്വസ്റ്റിക് ഡ്രംസ് ഉള്ളത് നമുക്ക് അധികം വേറെ സോങ്സ് നമുക്ക് ഇല്ല. അതിന്റെ ഒരു വ്യത്യാസമാണ് അത്. കോമ്പോസിഷന്റെ അതായത് ആള് ഡ്രംസിന്റെ പാർട്സ് കമ്പോസ് ചെയ്തതിന്റെ ഒരു സാധനം ഭയങ്കരമായിട്ട് ആപ്റ്റാണ് എല്ലാ സാധനം ആ പാട്ടിന് എന്താണ് എങ്ങനെയാണ് എലിവേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ വെറുതെ പരിപാടിയൊന്നുമില്ല. പുള്ളി ചില സമയത്ത് ഞാൻ റഫ് വായിച്ച ഡ്രം പുള്ളി അതേപോലെ വായിച്ചു. ബിക്കോസ് ഈ നോർമൽ പാറ്റേൺ ആണ്, പക്ഷെ ആ പാട്ടിന് അതാണ് ബെസ്റ്റ് എന്ന് അങ്ങനെ സെലക്ട് ചെയ്യുന്നത് ആർട്ടിസ്ട്രി ഉണ്ട്. സംഭവം മാർക്കോ വന്ന് നമ്മുടെ കൂടെ പ്ലേ ചെയ്തപ്പം കിട്ടിയൊരു ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡിനകത്താണ്. കാര്യം നമുക്ക് മാർക്കോ വരുന്നതിനേക്കാൾ ഉപരി ബാൻഡിനകത്ത് അവർക്കുണ്ടായ ഓരോരുത്തരുടെ ഒരു ഫീല് ഞാൻ കണ്ടതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് ആക്ച്വലി കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. കാര്യം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു, വന്നു അവരുമായിട്ട് ചെയ്യുന്നു, കൂട്ടത്തിൽ പാട്ടും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവിടം വരെ എത്താൻ ഒരുപാട് ഇതിൻ്റെ ബാക്കിൽ ഞങ്ങൾ ഒരു ചെറിയ റോള് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് മൊത്തം
ലക്ഷ്മിയാണത്. കാര്യം കാലാകാലങ്ങളിലായിട്ട് മാർക്കോയായിട്ട് ലക്ഷ്മി ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു റെഗുലർലി അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുമായിരുന്നു. फर्स्ट टाइम रिकॉर्ड ചെയ്ത സമയത്ത് അത് मतलब ऐसा कन्विंसिंग सबको ऐसा कन्विंसिंग नहीं लगा था. सबसे ज़्यादा अशोक एटन को मतलब बिल्कुल कन्विंसिंग नहीं लगा था क्योंकि उसका स्लैंग्स और एक्सेंट और इवन गाने का तरीका वो सब. तो उसके बाद उस पर वर्क किया. फिर से हमने नेक्स्ट डे रिकॉर्ड किया था ना. हाँ राइट नेक्स्ट डे फिर वो दिन जाके मैं पूरा रात भर अच्छे से प्रैक्टिस किया और नेक्स्ट डे फिर से प्रिपेयर्ड होके आके पूरा एक टेक में एक टेक था एक टेक. Inside My Head is one of the songs which has so many dynamics into the song. And Inside My Head has a different storyline if you look at it, because Thaikudam Bridge did not play it anywhere and everywhere. There were certain stages, most of them were festivals, and it was chosen because we knew that would be a special crowd wherein they would understand the depths of that song. वीडियो भी बहुत ही अलग और बहुत ही लिजो जोस पल्लीशेरी का आइडिया था वो भी वीडियो का कॉन्सेप्ट. अगर आपने किसी ने भी इनसाइड माय हेड वीडियो देखा नहीं हो तो अभी भी आप जाके चेक कर सकते हो. Thaikudam Bridge, you rock hard.